ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് കുട്ടികൾക്കായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നേക്കണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ആദ്യം തന്നെ വേണ്ടത് ഒരു മുട്ടയാണ്. അപ്പം നമുക്ക് ആ മുട്ടയൊന്ന് പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ്. ഞാനിവിടെ 250 ml ആണ് കേട്ടോ ഒരു കപ്പെന്ന് പറയുന്നത്. അപ്പോൾ അതിന് 1/4 കപ്പ് അളവിൽ പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ്. പിന്നെ നമുക്ക് വേണ്ടത് വാനില എസൻസ് ആണ്. ഞാനിവിടെ നമ്മുടെ ഫ്ലോറൽ ക്രാക്സിൻ്റെ വാനില എസൻസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഏതാണെങ്കിലും കുഴപ്പമില്ല. അത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. ടീസ്പൂണും ടേബിൾ സ്പൂണും തമ്മിൽ തെറ്റിപ്പോകരുത് കേട്ടോ. 1/2 ടീസ്പൂണാണ് നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ മുട്ടയും അതുപോലെ തന്നെ ഈ പഞ്ചസാരയും വാനില എസൻസും കൂടെ നമുക്ക് നന്നായിട്ട് നല്ല ഫ്ലഫി ആകുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കാം. നിങ്ങളൊരു ഫോർക്കോ അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് നല്ലതുപോലെ അടിച്ച് ആ പഞ്ചസാരയും മുട്ടയും ഒക്കെ കൂടെ ഒന്ന് ലയിച്ച് വരണം. നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. ഇപ്പം നമ്മൾ ഈ ഒരു എഗ്ഗും അതുപോലെ തന്നെ പഞ്ചസാരയും ആ ഒരു വാനില എസൻസും കൂടെ നല്ല ഫോമി ആയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവമാകുമ്പോഴത്തേക്കിനും നമുക്കിതിനകത്തേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സീവർ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു അരിപ്പ. അതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് അളവിൽ ഓൾ പർപ്പസ് ഫ്ലോർ, അതല്ലെന്നുണ്ടെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആട്ട വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ പാൽപ്പൊടിയാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചിട്ട് നമ്മളുടെ എഗ്ഗിൻ്റെ ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് അരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം അരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ കേക്കിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് പാൽപ്പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരല്പം ഒരു 2 ടീസ്പൂൺ അളവിൽ പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് പാൽപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് കേട്ടോ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് വരുന്നത്, അത് വെച്ചിട്ട് തന്നെയാണ്. ഇനി നമുക്കിതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതാ ആ ഓയിലും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ മിക്സിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ പാലും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളുടെ ബാറ്റർ നല്ല കറക്റ്റായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ ഒരു 1 മിനിറ്റ് ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്തോട്ടെ. ആ സമയത്ത് നമുക്ക് പാനിൽ എണ്ണ ചൂടാക്കി എടുക്കണം. അപ്പം ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന ബാറ്റർ 1 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. സ്പൂണിലെടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എങ്ങനെ വേണോ അതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ.
നമ്മളിതാ എല്ലാം നല്ല ഇതായിട്ട് കോരി മാറ്റിയെല്ലാം വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതാ ഒരെണ്ണം നമുക്ക് നല്ല ചൂടിലിരിക്കുക കേട്ടോ. ഇച്ചിരി ഒന്ന് തണുക്കണം, അപ്പോഴാണ് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇത് ഒരെണ്ണം കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. നല്ല പഞ്ഞി പോലത്തെ ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യുക. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് ഒരുപാട് ഇഷ്ടമാകും. അടുത്ത ഒരു റെസിപ്പിയുമായി ഉടൻ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.